പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, എവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. മാ കാന ലി അഹ്ലിൽ മദീനത്തി, മദീനക്കാർക്കും അവരുടെ ചുറ്റുമുള്ള അറാബികൾക്കും അള്ളാഹുവിൻ്റെ ദൂതനെ വിട്ട് പിന്മാറി നിൽക്കാനോ അദ്ദേഹത്തിൻ്റെ കാര്യം അവഗണിച്ചുകൊണ്ട് അവരവരുടെ സ്വന്തം കാര്യങ്ങളിൽ താല്പര്യം കാണിക്കാനോ പാടുള്ളതല്ല. അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർക്ക് ദാഹവും ക്ഷീണവും വിശപ്പും നേരിടുകയോ അവിശ്വാസികളെ പ്രകോപിപ്പിക്കുന്ന വല്ല സ്ഥാനത്തും അവർ കാൽവെക്കുകയോ ശത്രുവിന് വല്ല നാശവും ഏൽപ്പിക്കുകയോ ചെയ്യുന്ന പക്ഷം അത് കാരണം അവർക്കൊരു സൽക്കർമ്മം രേഖപ്പെടുത്തപ്പെടാതിരിക്കുകയില്ല. തീർച്ചയായും സുഹൃതം ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അള്ളാഹു നഷ്ടപ്പെടുത്തി കളയുന്നതല്ല. അപ്പോൾ മദീനക്കാർക്കും അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള അറാബികൾക്കും, അറാബിച്ചാൽ അറബി അല്ലാത്തവർ, അറബി സംസാരിക്കാത്തവർ എന്നല്ല, ആ അറബി പ്രദേശത്തുള്ളവരെ അല്ലാത്തവർ, ആ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന മാതിരി. അറബി നാട് എന്ന് പറയുന്ന മക്കയും മദീനയും ഉൾപ്പെട്ട പ്രദേശമാണല്ലോ അറബി നാട്. അപ്പോൾ അത് അല്ലാത്തവരെയും അറാബി എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാമീണർ എന്നും അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഒന്നും അറിയാത്ത അറാബികൾ, പാമരന്മാർ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ആ അർത്ഥത്തിൽ അറാബികൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മക്കയിലും മദീനയ്ക്കും ചുറ്റുമുള്ളവർക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ വിട്ട് മാറി നിൽക്കാൻ അനുവാദമില്ല. അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർക്ക് ദാഹവും ക്ഷീണവും ഒക്കെ നേരിട്ടാൽ അവിശ്വാസികളെ പ്രകോപിപ്പിക്കും വല്ല സ്ഥാനത്ത് അവർ കാലുവെക്കുകയോ ശത്രുവിന് വല്ല നാശം ഏൽപ്പിക്കുകയോ ചെയ്യുന്ന പക്ഷം ഇതൊക്കെ അവർക്ക് എന്തെങ്കിലും പുണ്യകരമായി രേഖപ്പെടുത്തപ്പെടും. മനസ്സിലായില്ല? അപ്പം പ്രവാചകൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഓരോ കാൽവെപ്പും ഇവർക്ക് പുണ്യകരമായിട്ട് വരും. അപ്പോൾ നമ്മളിപ്പം രാവിലെ എണീറ്റ് ഉളു കൊടുത്ത് പള്ളിയിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഓരോ കാൽവെപ്പും പുണ്യകരമാണ്. അതുപോലെ തന്നെ മക്കയിലും മദീനയിലും പ്രവാചകൻ്റെ സമീപത്ത് നിന്ന് കഴിഞ്ഞാൽ, പ്രവാചകൻ്റെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് അതൊക്കെ ഓരോ പുണ്യകർമ്മമായിട്ട് രേഖപ്പെടുത്തും. പ്രവാചകൻ ആദ്യമായിട്ട് മദീന ചെന്നപ്പോൾ എല്ലാവരും പിടിമരി കൂട്ടി ഞങ്ങളെ വീട്ടിലേക്ക് വരണം. അവസാനം ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് പ്രവാചകൻ പറയുന്നെങ്കിൽ ആർക്കും പരാതി വേണ്ട, ഒട്ടകം എവിടെയാണോ മുട്ടുകുത്തുന്നത് അവിടെയൊക്കെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വീട്ടിലേക്ക് വന്നു. അത് പ്രവാചകൻ തന്ത്രമാണ്, ആരും വിഷമിപ്പിക്കാതെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത്. അത് നമ്മുടെ ഹജറുൽ അസ്വദ് വീണ സംഭവത്തിൽ നമുക്കറിയാമല്ലോ. അദ്ദേഹം പറഞ്ഞു, ഈ കല്ല് എൻ്റെ പല ഗോത്രങ്ങളും തമ്മിൽ മത്സരമായി, ഞങ്ങൾ ആദ്യം വെക്കും, ഹജറുൽ അസ്വദ് ഞങ്ങൾ ആദ്യം വെക്കുമെന്ന് പറഞ്ഞു. ഹജറുൽ അസ്വദ് വെച്ചാൽ സ്വർഗത്തിൽ വന്ന കല്ലാണ്. അത് നബി ഹവ്വാ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒരു കല്ലും കൊണ്ടുവന്നിരുന്നു, സ്വർഗത്തിലെ കല്ലും കൊണ്ടുവന്നിരുന്നു. അപ്പം അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓർമ്മക്കായിട്ട് നമ്മൾ കൊണ്ടുവരില്ല. നമ്മളിപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ ഓർമ്മക്കായിട്ട് എന്തെങ്കിലും നമ്മൾ കൊണ്ടുവരും, ഫോട്ടോ ഉപയോഗിച്ച വസ്തുക്കളോ അത്രയ്ക്കും ഇഷ്ടമായത് കൊണ്ട്, അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ കന്യാകുമാരി പോയി അവിടെ പോയി ശംഖ് നമ്മൾ കൊണ്ടുവരും, അല്ലേ? നമുക്ക് എപ്പോഴും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഫോട്ടോസ് വാങ്ങിക്കൊണ്ടുവരും. ഓർമ്മയ്ക്കായിട്ട് കൊണ്ടുവന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു ഉദ്ദേശം കൊണ്ട് അറിയില്ല. അപ്പോൾ ആ കല്ലാണത് ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുട്ടുന്ന കല്ല്. അപ്പം നമ്മൾ ഭൂമി സ്വർഗം പണിയണം. അതിൻ്റെ ഒരു ഇതാണ് വിത്ത്, അല്ലേ? നല്ലൊരു പൂന്തോട്ടം കണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു വിത്ത് നമ്മൾ കൊണ്ടുവരും. അതുപോലെ ഒരു ഭൂമി സ്വർഗം പണിയാനുള്ളൊരു വിത്താണ് ഹജറുൽ അസ്വദ്. അപ്പോൾ നമ്മൾ ആ കല്ല്, അത് മാത്രമേ നമ്മുടെ പിതാമഹന്മാർ ജീവിച്ചിരുന്ന സ്ഥലത്ത് ഒരു ഓർമ്മക്കായിട്ടുള്ളതാണത്. അപ്പോൾ നമ്മൾ അത് കല്ലിനെ നമ്മളല്ലാഹുവിനെ മുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം, പക്ഷേ പ്രവാചകൻ അത് മുത്തിയിട്ടുണ്ടെന്ന് ഞാനും അത് മുത്തുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായി വസിച്ച സ്ഥലമാണ്, നമ്മൾ പിതാമഹന്മാർ വസിച്ച സ്ഥലമാണ്. അപ്പോൾ അവരുള്ള കല്ലിനെ നമ്മൾ മുത്തുക. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ ഉമർ റളിയല്ലാഹുവിനെ പോലെ ആവണം. എല്ലാവരും ഹജറുൽ അസ്വദിനെ മുത്തുന്നു, ഞാനും അത് മുത്തുന്നു, നീ വെറും ഒരു കല്ലാണ് എന്ന് പറഞ്ഞിട്ടല്ലേ പ്രവാചകൻ ചെയ്തു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു. അപ്പം അങ്ങനെ ആയിരിക്കണം പ്രവാചകനെ നമ്മൾ സ്നേഹിക്കുക.
പ്രവാചകന് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുക അല്ലേ. നമുക്ക് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ സന്തോഷിപ്പിക്കാനാണ് നമ്മൾ വലിയ ഇഷ്ടം അല്ലേ. ആ കുട്ടികളുടെ ചിരി കാണാൻ വേണ്ടിയിട്ട് അല്ലേ. ഒരു വീട്ടിലെ ഒരു മുതിർന്ന സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കളും പേരമക്കളൊക്കെ ആ കുട്ടീനെ പിന്നാലെ കൂടും. കുട്ടിയെ ചിരിപ്പിക്കാൻ വേണ്ടി പാവകൾ കാട്ടും മറ്റു കാട്ടിക്കൊടുക്കും ഒക്കെ ചെയ്തു കൊടുക്കണം. ആ കുട്ടീനെ ചിരി കാണാനുള്ള സന്തോഷം. അതുപോലെ തന്നെ പ്രവാചകന് സന്തോഷം നമ്മൾ നൽകുക, പ്രവാചകന് എളുപ്പം ഉണ്ടാക്കുക. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, പ്രവാചകൻ ഇവിടെ മക്കയിൽ മദീനയെത്തിയപ്പോൾ ഒട്ടകം മുട്ടുകുത്തുന്ന ആ സ്ഥലത്ത് ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഒട്ടകം മുട്ടുകുത്തി ഒരു സഹാബിയുടെ വീട്ടിലാണ് മുട്ടുകുത്തിയത്. അങ്ങനെ പ്രവാചകൻ ആ വീട്ടിൽ താഴ്ഭാഗത്ത് താമസിച്ചു. താഴ്ഭാഗത്ത് താമസിക്കുന്നത് ഉത്തമം. കാരണം എപ്പോഴും പ്രവാചകനെ കാണാൻ പലർക്കും വന്നുകൊണ്ടിരിക്കില്ല. അപ്പോൾ എപ്പോഴും സ്റ്റെപ്പ് കയറി വരണ്ടല്ലോ എന്ന് കരുതി അവർക്ക് പ്രവാചകൻ എളുപ്പമുള്ള സ്ഥാനത്ത് മുറി കൊടുത്തു. പക്ഷേ അന്ന് രാത്രി മുഴുവനും ആ വീട്ടുടമസ്ഥരുടെ ഒരു ഭാഗത്ത് മുകളിൽ ഒരു ഭാഗത്ത് മൂലയിൽ തന്നെ ഇരുന്നു. കാണാം അങ്ങനെ പ്രവാചകൻ മുകളിലായി പോവും. മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ പ്രവാചകൻ തലക്ക് മുകളിൽ നമ്മൾ ആയി പോവും. അതുകൊണ്ട് അത് മര്യാദകേടാണ് എന്ന് കരുതി അവരെന്ത് ചെയ്യും, ആ വീടിൻ്റെ മൂലയിൽ മാത്രം രാത്രി മുഴുവൻ കഴിച്ച് കൂട്ടി പിറ്റേന്ന് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകൻ അങ്ങ് മുകളിൽ പോകണം, നമുക്ക് താങ്കൾ തലമുകളിൽ നടക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. പ്രവാചകൻ അവരുടെ നിർബന്ധത്തിന് കഴിഞ്ഞ് പ്രവാചകൻ എന്തെങ്കിലും മുകളിലത്തെ മുറി എടുത്തു. അപ്പം അങ്ങനെയായിരിക്കും നമുക്ക് പ്രവാചകനെ സന്തോഷിപ്പിക്കുക, അങ്ങനെ ഉള്ളവരായി തീരാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അങ്ങനെ പ്രവാചകൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും പ്രവാചകനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഭാഗ്യന്മാരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ പ്രവാചകനേക്കാൾ കൂടുതൽ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുക, അള്ളാഹുവിനേക്കാൾ കൂടുതൽ പ്രവാചകനെ സ്നേഹിക്കാതിരിക്കുക, അങ്ങനെ ഒന്ന് ശിർക്കായി മാറും. അള്ളാഹുവിനെ കൂടുതൽ സ്നേഹിക്കുക, അത് കഴിഞ്ഞ് പ്രവാചകനെ സ്നേഹിക്കുക, എന്ന ശേഷം നമ്മുടെ മാതാപിതാക്കളെയും ബന്ധുജനങ്ങളെയും ഒക്കെ ഇഷ്ടപ്പെടുക, ഗുരുനാഥന്മാരെ ഇഷ്ടപ്പെടുക. അങ്ങനെയായിരിക്കും ഒരു ഓർഡർ ക്രമമുണ്ട്. ആ ഓർഡർ ക്രമത്തിനനുസരിച്ച് നമ്മൾ അള്ളാഹുവിനെ റസൂലിനെയൊക്കെ സ്നേഹിക്കുക. അങ്ങനെയുള്ള ഭാഗ്യന്മാർ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.